നിങ്ങൾ അറിഞ്ഞോ മറ്റേ EA അക്വയർ ആയെന്ന്? അറിഞ്ഞില്ല? ഓക്കെ, സോ വെൽക്കം ടു ദിസ് നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് Math++. ടുഡേ ഐ ഹാവ് അരുൺ ആൻഡ് അരവിന്ദ് വിത്ത് മീ. അപ്പോ നിങ്ങൾ അറിഞ്ഞ സൗദി അറേബ്യ കൺട്രിയാണ് മേടിച്ചത്. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും അവർ അക്വിസിഷൻ ഉണ്ടാക്കി. ലൈക്ക് ചിലപ്പോൾ അവരുടെ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം. ഓയില് തീർന്നു കഴിഞ്ഞാൽ അവർക്ക് ഓയിലുണ്ട്, ഇഷ്ടംപോലെ ഓയിലുണ്ട്. അവരത്രയും ലോങ് ടൈമിലോട്ടായിരിക്കും ചിന്തിക്കുന്നത്. അത് അറിണ്ട് വേറെ പെർസ്പെക്റ്റീവ്. നീ ഇച്ചിരി മുമ്പ് നമ്മൾ കാറിൽ യാത്ര ചെയ്തപ്പോൾ നീ പറഞ്ഞ എന്തായിരുന്നു? അവരുടെ ഇമേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. മറ്റേ പുതിയ സിറ്റീസ് ഉണ്ടായിരുന്നില്ല, അതൊക്കെ. അപ്പൊ അങ്ങോട്ട് ഇനി ഡിജിറ്റൽ ക്രിയേറ്റേഴ്സിനെ ഒക്കെ അട്രാക്ട് ചെയ്യാനായിരിക്കും അവര്. പക്ഷെ അല്ലെങ്കിൽ അവർക്ക് ചിലപ്പം നിയോമിൽ ഇനി എന്തെങ്കിലും ഈ ടെക്നോളജി കൊണ്ട് ചിലപ്പോൾ യൂസ് ഉണ്ടായിരിക്കും. ഇതൊരു കേസ് സ്റ്റഡിയാണ്. അല്ല എന്നല്ലേ, ഞാൻ ആ അക്വിസിഷൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ബിക്കോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗെയിം. യെസ്, പക്ഷെ സൗദിയും കൺട്രി അത് ബൈ ചെയ്യുന്നതും എനിക്കൊരു റിലേഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവർക്ക് എന്തോ സ്ട്രാറ്റജിക് ഫണ്ട് ഉണ്ട്. അപ്പൊ അവര് പല കമ്പനീസിനും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക് ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു ഓപ്പൺ എയിലൊക്കെ ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവാം. എനിക്ക് തോന്നുന്നു ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം അതിന്റെ പാർട്ടായിട്ട് അവര് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മേ ബി നമ്മള് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് അവര് വേറെ പല ഇൻഡസ്ട്രീസിലും ചിലപ്പോൾ ഇൻവെസ്റ്റ് മറ്റേ ഇപ്പൊ ഈ മെസ്സി റൊണാൾഡോ എല്ലാം ഇപ്പം സൗദി ലീഗിലല്ലേ കളിക്കുന്നത്. അതിന്റെ എല്ലാം ഒരു തുടക്കമായിരുന്നു. എന്നാലും ഒരു വലിയ ഒരു ഇതായിരുന്നു. ലൈക്ക് 50+ ബില്യൺ, 52 ബില്യൺ അക്വയർ ആയ. നിങ്ങൾ മറ്റേ ക്ലോഡിന്റെ പുതിയ 4.5 നോക്കിയായിരുന്നോ? ഇടയ്ക്ക് ക്ലോഡ് ഇച്ചിരി പൊട്ടയായിരുന്നു. അവരൊരു ആർട്ടിക്കിൾ റിലീസ് ചെയ്തായിരുന്നല്ലോ, അവരുടെ ഡിഗ്രഡേഷൻ ഉണ്ടായിരുന്നു പെർഫോമൻസിൽ. ആണോ? അല്ല എനിക്കെപ്പോഴും ഉണ്ടാവാറുണ്ട്. നീ മറ്റേ ഓവർലോഡ് ആണ് എന്ന് പറഞ്ഞു. നീ പക്ഷെ അത് മാറ്റിയ അല്ല, നീ പുതിയ പാക്കേജ് എടുത്തു. മാക്സ് എടുക്കുമ്പോ അത്രയും ഫ്രീക്വന്റ് അല്ല, പക്ഷെ എന്നാലും ഉണ്ട്. എടാ നീ എന്തോ അതിനകത്ത് ചെയ്യുന്നത്? എനിക്കത് വേറെ അറിയില്ല, എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. ഇവനെന്തോ എന്തോ നീ ഉണ്ടാക്കുന്ന ഇവിടെ. ഞാൻ വർക്ക് ഫ്ലോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എനിക്ക് സർവീസ് ഡിസ്റപ്ഷൻ എങ്ങനെ ഇടയ്ക്ക് വരും. എനിക്ക് പക്ഷെ തോന്നിയ ഈ ലൈക്ക് ഇത് റിലീസ് ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനു മുമ്പേ ഉള്ള ക്ലോഡിന്റെ 4.4 അത് ലൈക്ക് അത് തരുന്ന ആൻസേഴ്സ് എനിക്ക് അത്ര സാറ്റിസ്ഫാക്ടറി അല്ലായിരുന്നു. അത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വേർഷൻ വന്നായിരുന്നു 4.4 ആ വേർഷനിൽ. ബട്ട് ദാറ്റ് വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. എനിക്കറിയത്തില്ല, ലൈക്ക് അത് കഴിഞ്ഞിട്ടാണ് ഇവരിപ്പോൾ 4.5 ഇറക്കി. പക്ഷെ നൗ ഐ എം സീയിങ് ലൈക്ക് 4.5 ഇസ് ലൈക്ക് ഗുഡ്. അങ്ങനെയാണ് ആൾക്കാർ പോസ്റ്റ് ചെയ്തത്. എനിക്കറിയത്തില്ല, ഞാൻ ഓർത്ത് നീ യൂസ് ചെയ്ത് കാണുമെന്ന്. നിങ്ങൾ 4.5 ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് യൂസ് ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് ആന്ത്രോപിക്കിന്റെ മോഡൽസ് കോഡിങ്ങിനകത്ത് എപ്പോഴും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ലൈക്ക് വേറെ ഏത് മോഡലിനെക്കാട്ടിലും. പിന്നെ അവർക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എനിക്കൊന്ന് അത്ര ഇമ്പോർട്ടൻസ് മെമ്മറിക്ക് കൊടുക്കത്തില്ല എന്ന് തോന്നുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ChatGPTക്ക് ലൈക്ക് നമ്മുടെ പ്രീവിയസ് ചാറ്റ്സിനകത്തെ മെമ്മറി കുറച്ചുകൂടെ അറിയാം. ലൈക്ക് നിനക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, ലൈക്ക് നിന്റെ അവർക്ക് ആ പേഴ്സണലൈസേഷൻ പാർട്ട് ChatGPT കൂടുതലാണ്. പക്ഷെ ആന്ത്രോപിക്കിന് അത്ര ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ആന്ത്രോപിക് ആദ്യമേ നമ്മുടെ കോഡ് അവർ ട്രെയിനിങ്ങിന് ഉപയോഗിക്കത്തില്ലായിരുന്നു. ഇപ്പൊ ബൈ ഡിഫോൾട്ട് എനിക്കൊന്നും ചെയ്യുന്നു. ഓൾസോ ജെറ്റ് ബ്രെയിൻസും യൂസ് ചെയ്തില്ലായിരുന്നു. ഇപ്പൊ ജെറ്റ് ബ്രെയിൻസിന്റെയും ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അവരും യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ലൈക്ക് നമ്മള് അതുകൊണ്ടാണ് ഇനി പൊട്ടാകുന്നത്. നമ്മുടെ കോഡ് വായിക്കാൻ തുടങ്ങിയിട്ട് അതപ്പം ഇപ്പൊ ChatGPT എനിക്ക് തോന്നുന്നു ബൈ ഡിഫോൾട്ട് നമ്മുടെ നമ്മുടെ ചാറ്റും കാര്യങ്ങളും സ്പെസിഫിക്കലി ഇപ്പൊ ഡിസേബിൾ ചെയ്യാതെ അത് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മേ ബി അത് ChatGPT ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ കാണാം.
അല്ല, ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു, മറ്റേ ആന്ത്രോപിക് ഇസ് ലൈക്ക് ട്രൈങ് ടു, ഇപ്പോൾ അവർ നേരത്തെ അവർ കോഡിങ് മേജർലി ഫോക്കസ് ചെയ്ത് അതായിരുന്നു അവരുടെ മെയിൻ ഇംപ്രൂവ്മെൻറ്റ്. ഇപ്പോൾ അവർ ദേ സ്റ്റാർട്ടഡ് ലൈക്ക് ഡൈവേഴ്സിഫൈങ് ഇൻ ടു അതർ സ്ട്രീംസ് ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് ഇറ്റ് ബെറ്റർ. എന്ന് വെച്ചാൽ ഫിനാൻസ് ഡൊമൈനിൽ അത് അവർ സ്പെസിഫൈഡ് മോഡൽസ് ഉണ്ടോ, അത് ഈ 4.5 തന്നെയാണോ അതിന് യൂസ് ചെയ്യുന്നത്? സ്പെസിഫൈ മോഡൽസിൻ്റെ കാര്യം എനിക്ക് ഇല്ല. സ്പെസിഫൈ മോഡൽസ് ആസ് ഫാർ ആസ് ഐ നോ ഇല്ല. അവർ ഈ സെയിം മോഡലിൽ തന്നെ, പക്ഷെ ബാക്കിയുള്ള എല്ലാ ഡൊമെയിൻസിനും ഒരു റൈറ്റ് അപ്രോച്ച് കിട്ടുന്ന രീതിയിൽ അവർ ട്രെയിൻ ചെയ്തായിരുന്നു. ലൈക്ക് അങ്ങനെ അവർ വന്നായിരുന്നു. മറ്റേ നിങ്ങൾ ഇത് കണ്ടായിരുന്നു, മറ്റേ NPM-ന്റെ സപ്ലൈ ചെയിൻ അറ്റാക്ക്. അതും ട്വൈസ്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ പാക്കേജ് ഉണ്ടാക്കിയ ആളുടെ അക്കൗണ്ടിലോട്ട് കയറി, ഡെവലപ്പറിന്റെ NPM അക്കൗണ്ടിലോട്ട് ഫിഷിംഗ് ക്യാമ്പയിൻ ഒരു മെയില് വരുന്നു, നമ്മൾ NPM എന്നുവെച്ചാൽ ഇങ്ങനെ അയാൾ ഡിസ്ക്രൈബ് ചെയ്ത് അയാൾക്കൊരു മെയിൽ വന്നു. അതിനകത്ത് ലൈക്ക് ഇതുപോലെ 2-factor authentication എനേബിൾ ചെയ്യണമെന്നോ അങ്ങനെ എന്തോ ഒരു മെയിൽ വന്നത്. അപ്പൊ അത് ലെജിറ്റ് ആയിട്ട് തോന്നി. എന്തോ ഞാൻ കറക്റ്റ് URL ഓർക്കുന്നത്, പക്ഷെ ഒരു ലെജിറ്റ് NPM-ന്റെ URL പോലെ തോന്നിയത്. അപ്പൊ അയാൾ പോകുന്നു, NPM-ൽ ലോഗിൻ ചെയ്യുന്നു, 2-factor authentication സെറ്റ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ വലിയ ന്യൂസ് വന്നത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ വേറെ ആൾക്കാർക്കും സെയിം ഇത് വന്നു. ഒരാൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മെയിൻറ്റെയിനർ, എനിക്കും ഇതൊരു മെയിൽ വന്നായിരുന്നു, പക്ഷെ ഞാൻ എന്റെ മടി കാരണം ചെയ്തില്ല, മാറ്റി വെച്ചു. അതെന്തായാലും നന്നായി. ബട്ട് ഐ തിങ്ക് a lot of impact ഉണ്ടാക്കി. കാരണം ഇതുകൊണ്ട് നമ്മൾ പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യില്ല. എടാ അതുമായിട്ട് ഒരു ബന്ധമില്ല. നീ സൂക്ഷിക്കാൻ പഠിക്കണം. ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ചാടിക്കേറി ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എങ്ങനെ? ജാവാസ്ക്രിപ്റ്റായിട്ട് ഒരു ബന്ധമില്ല. ലൈക്ക് ഒരു ഹ്യൂമന്റെ പ്രശ്നം. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അറ്റാക്ക്, മറ്റേ എന്തോ ഒരു എന്തോ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് എന്തോ അത് പല അക്കൗണ്ട്സിലോട്ട് കയറി അത് ഹാക്ക്, അങ്ങനെ ഒരു ബ്രീച്ച് നടന്നായിരുന്നു. അതും കുറെ ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിക്ക് കുറെ കൺസേൺസ് റേസ് ചെയ്തായിരുന്നു, ലൈക്ക് ഇതിന്റെ സെക്യൂരിറ്റി കൺസേൺസ്. പിന്നെ NPM തന്നെ പറഞ്ഞു അത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം കൂടെ, നിങ്ങൾ 2-factor authentication ഒക്കെ ചെയ്യണം, നിങ്ങളുടെ എൻവയോൺമെന്റ് സൂക്ഷിക്കണം. അവരത്ര അക്സെപ്റ്റ് ചെയ്തില്ല ബിക്കോസ് ഇതൊരു വലിയ ഇതായതുകൊണ്ട്. ബട്ട് ഐ തിങ്ക് ദാറ്റ് വാസ് ദർ റെസ്പോൺസ്. പക്ഷേ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ CLI ടൂൾസ്, ഡെവ് ടൂൾസ്, ആ പാക്കേജ് ആണ് യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി. എനിക്ക് നമ്മൾ യൂസ് ചെയ്ത പാക്കേജ് നമ്മുടെ മെവൻസിയിലേക്കും ഈ സെയിം ചോക്ക്, കളേഴ്സ്, ഇതെല്ലാം ആ ഡെവലപ്പർ ഇമ്പാക്ട് ഇത് ചെയ്ത. മറ്റേ കോമഡി ആയിരുന്നു അത് കണ്ടപ്പം. ലൈക്ക് നമ്മൾ ബിലീവ് ചെയ്തില്ല, ലൈക്ക് ഇത്രയും വലിയ, അതും ഇങ്ങനത്തെ ഒരു ഫിഷിംഗ് ക്യാമ്പയിൻ വഴി ഇത് ചെയ്തപ്പം ഇച്ചിരി അയ്യോ പാവം. മറ്റേ ജിറയുടെ ന്യൂസ് കണ്ടായിരുന്നു? രണ്ട് ആർക്ക് ബ്രൗസർ കമ്പനി, അതിനകത്ത് രണ്ട് ബ്രൗസറുണ്ട്, ആർക്ക് ബ്രൗസറും ആർക്കും പിന്നെ ഡിയ അതും ബ്രൗസറാണ്. അത് അവരുടെ പുതിയ അപ്ഡേറ്റഡ് വേർഷൻ ബ്രൗസർ ആയിരുന്നു. തന്നെയല്ല, ഞാൻ അന്ന് മുതൽ ചിന്തിക്കുന്ന സാധനം, എന്താണ് ജിറയുടെ ഉദ്ദേശം? കണ്ടുപിടിച്ചില്ല. അതാ ഞാൻ ഓർത്ത് നിങ്ങൾക്ക് അറിയായിരിക്കുമെന്ന്. നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലൈക്ക് എന്തുകൊണ്ടായിരിക്കും ജിറ അക്വിസിഷൻ വെച്ചത്? ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം പെർപ്ലെക്സിറ്റി ബ്രൗസർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, കോമെറ്റ്. അപ്പം ഈ അരവിന്ദ് ശ്രീനിവാസ് എപ്പോഴും പറയുന്നത് ലൈക്ക് ഈ ബ്രൗസറിനകത്ത് നമ്മുടെ കൺട്രോൾ ഫുൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രൗസറാണ് എല്ലാം ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്രോം ഇത്രയും ഒരു, അല്ലെങ്കിൽ ഗൂഗിൾ ഇത്ര ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു ബ്രൗസർ ഉണ്ടെങ്കിൽ നമുക്ക് ആ എക്സ്പീരിയൻസ് ഫുള്ളായിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കമ്പനീസ് ഒക്കെ നേരത്തെ ഒരു ബ്രൗസർ സ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്തില്ലായിരുന്നോ? അതല്ല, ഇപ്പം ഒരു ഏജന്റിക് വർക്ക് ഫ്ലോസ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രൗസർ എൻവയോൺമെന്റിൽ ഫുൾ കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം പെർപ്ലെക്സിറ്റി, കോമെറ്റ്, അതിനകത്തൊരു ഇമെയിൽ അസിസ്റ്റന്റ് ഉണ്ട്. അപ്പൊ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനറിയണം മനസ്സിലായി. അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഡ്രൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
ഒരു ബ്രൗസർ വേണം. പക്ഷെ എല്ലാ ബ്രൗസറും ഈ V8 എഞ്ചിൻ തന്നെയാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ലൈക്ക് അതാണ് അതിന്റെ ബേസ്. എല്ലാത്തിനും അതിന്റെ ബേസ് അതാണ്. പിന്നെ അതിന്റെ മണ്ടയ്ക്കുള്ള സാധനങ്ങളാണ് അവർ ബിൽഡ് ചെയ്യുന്നത്. സോ ദേ നോട്ട് ബിൽഡിംഗ് ഇറ്റ്. കോമറ്റ് യൂസ് ചെയ്തു, പക്ഷെ ഇനി ഏജന്റിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തില്ല. അതിപ്പോ അവർ ഫ്രീ ആക്കിയല്ലോ. ഫ്രീ ആക്കി. എനിക്ക് ക്രോമും കോമറ്റും ബേസിക്കലി വലിയ വ്യത്യാസമൊന്നുമില്ല. ബിക്കോസ് രണ്ടും ക്രോമിയമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗൂഗിളിൻ്റെതായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഗൂഗിൾ ഡോക്സ് ക്രോമിൽ യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ്. ഫയർഫോക്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് കിട്ടത്തില്ല. മനസ്സിലായി? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ക്രോം യൂസ് ചെയ്യാം. പിന്നെ കോമറ്റ് കുറച്ചുകൂടെ ന്യൂവർ ആണ്. പിന്നെ അതിനകത്ത് ക്രോമിയത്തിനകത്ത് അവർ ചെയ്തേക്കുന്ന വർക്ക് മാത്രമേ ഉള്ളൂ. ഗൂഗിൾ അതിന്റെ മണ്ടയ്ക്ക് കുറച്ച് ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് കിട്ടത്തില്ല. അല്ല, എനിക്ക് മറ്റേ ഒരു ഇതുണ്ടായിരുന്നു മറ്റേ. സോ നമ്മളെപ്പോഴും പറയുമല്ലോ ഗൂഗിള് സൈലന്റ് ആയിട്ടിരിക്കുക. മറ്റേ കോമറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ പേര് ഹൈപ്പ് ചെയ്തല്ലോ, ലൈക്ക് കോമറ്റ് ഇതൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്രോം അവരൊരു സെറ്റ് ഓഫ് എക്സ്റ്റൻഷനോ ആപ്ലിക്കേഷനോ ഇറക്കി ഇൻ ക്രോം ബ്രൗസർ വിച്ച് പെർഫോംസ് ദീസ് ഏജന്റിക് ടാസ്ക്സ്. മനസ്സിലായി? ഫോർ ഫ്രീ. അതുകൊണ്ട് ഇപ്പം കോമറ്റ് ഇപ്പൊ ഫോഴ്സ്ഡ് ആയി ഫ്രീ ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മറ്റേ $200 എന്തോ സബ്സ്ക്രിപ്ഷനോ സംതിങ് എടുത്തിട്ട് ഇൻവൈറ്റ് ഉള്ളിയാ. കോമറ്റ് ഇൻവൈറ്റ് ഉള്ളിയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ പുള്ളിക്കാരനങ്ങ് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് കുറെ കാര്യങ്ങളില് ഗൂഗിൾ ഇപ്പോഴും പേർപ്പസ്ഫുള്ളി ചിലപ്പം ഹോൾഡ് ബാക്ക് ചെയ്യുന്നതാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. എന്ന് വെച്ചാൽ അവർ മനഃപൂർവ്വം ചില കാര്യങ്ങൾ റിലീസ് ചെയ്യാതിരിക്കുക. ബിക്കോസ് കുറെ ബിസിനസ്സിനെ അതിനെ എഫക്ട് ചെയ്യും. കൊണ്ട് ഇപ്പൊ തന്നെ അവർ ഒരു എക്സ്റ്റൻഷൻ റിലീസ് ചെയ്തപ്പം ഇത്രയാണ് ഇമ്പാക്ട്. ലൈക്ക് $200 സാധനം തേണ്ട കിടക്കുന്നു ഫ്രീ. സോ ഗൂഗിൾ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു പേജ് സൈസ് കുറച്ചു ഗൂഗിൾ സെർച്ചിനകത്ത്. അത് 10 ആക്കിയെന്ന് തോന്നുന്നു. ഡിഫോൾട്ട് പേജ് സൈസ് എന്നുവെച്ചാൽ നേരത്തെ 100 വരെ പോവായിരുന്നു. 100 പേജസ് പോവായിരുന്നു ഗൂഗിൾ സെർച്ചിൽ. എവിടെയത് ഒരു API ഗൂഗിൾ സെർച്ച് യൂസ് ചെയ്യും. പേജ് ഈസ് ഈക്വൽ ടു 100 കൊടുക്കാം. അപ്പൊ 100 റിസൾട്ട്സ് വരും. അതിപ്പോ ഒരു ലിമിറ്റ് ചെയ്തു 10 ക്രോളിംഗ്. ഈവൻ ദോ ഞാനത് വായിച്ചപ്പം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഓപ്പൺ എഐന് ക്രോൾ ചെയ്യുകയാണെങ്കിലും അവരുടെ ഫസ്റ്റ് ഹാൻഡ് ക്രോളിംഗ് വരുന്നത് ഈ ഗൂഗിളിൽ നിന്നാണ്. ഇവൻ ദോ അവര് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് അവരങ്ങ് നൈസായിട്ട് ഹോൾട്ട് ചെയ്തു. അപ്പം അത് കുറച്ച് ബിസിനസ്സിനെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബിക്കോസ് യു കാൺ ക്രോൾ ദാറ്റ് ഫസ്റ്റ്. കാരണം ഗൂഗിൾ ഓൾറെഡി എഫിഷ്യൻ്റ് ആണ് ഇൻ ഡൂയിങ് ദാറ്റ്. സോ അത് അവരങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഈ ഇടയ്ക്ക് ഗൂഗിൾ വേറെ കുറേ സാധനങ്ങൾ ലോഞ്ച് ചെയ്തായിരുന്നു. ഒപ്പൽ, പിന്നെ വീഡിയോയുടെ റിലേറ്റഡ് സാധനം. സോറ അല്ല, സോറ ഓപ്പൺ ആണ്. അതിന്റെ പുതിയ വേർഷൻ വന്നിട്ടുണ്ട്, സോറ 2. അത് അവര് ഒരു ഇൻഡിപെൻഡന്റ് ആപ്പ് ആയിട്ട് സോഷ്യൽ മീഡിയ ആപ്പ്. യെസ്, സോഷ്യൽ മീഡിയ. അപ്പൊ നമുക്ക് ഫോളോ ചെയ്യാം അങ്ങനത്തെ. സോ അതും ഓപ്പൺ എഐയും ഇപ്പം ഓൾമോസ്റ്റ് ലൈക്ക് അവര് ഗൂഗിളിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ in terms of they are going to release separate products. ChatGPT അല്ലാതെ അവർക്ക് ഇൻഡിപെൻഡന്റ് പ്രോഡക്ട്സിലോട്ട് അവരിങ്ങനെ കണ്ണു വെക്കാന്ന്. അല്ലടാ, ഇൻഡിപെൻഡന്റ് പ്രോഡക്ട്സ് ആയിട്ട് അല്ലല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട്. ഇപ്പൊ സോറ 2 എന്ന് പറഞ്ഞാൽ അതൊരു ആൻഡ്രോയിഡ് അല്ല, സോറി, ഒരു ആപ്പ് സ്റ്റോറിനകത്ത് ഒരു ആപ്പ്. അത് നീ ഡൗൺലോഡ് ചെയ്താൽ ലൈക്ക് ലിറ്ററലി ലൈക്ക് ഒരു സോഷ്യൽ മീഡിയ പോലെ. സോറ 2 അല്ല സോഷ്യൽ മീഡിയ ഇറങ്ങുവാണെങ്കിൽ നീ അത് യൂസ് ചെയ്യുമോ? ഞാൻ സോറ പോലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അല്ല, സോഷ്യൽ മീഡിയ ലുക്ക് ഇറ്റ്സ് ഹാർഡാണ് ടു ക്രാക്ക് ആണോ ടു ആ യൂസേഴ്സിനെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇച്ചിരി ഹാർഡ്. അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഹാസ് സംതിങ് എക്സെപ്ഷണൽ വിച്ച് ഇസ് നോട്ട് ദേർ. സോറ 2യുടെ എക്സെപ്ഷണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് വീഡിയോ ജനറേറ്റ് ചെയ്യും. യൂസ് ചെയ്യാൻ ആൾക്കാർ അവിടെ കയറും. അപ്പം പക്ഷെ നീ ഇപ്പം എത്രത്തോളമായി അങ്ങനത്തെ കണ്ടന്റ് നോക്കിക്കൊണ്ടിരിക്കും? AI ജനറേറ്റഡ് കണ്ടന്റ്സ് പറയാൻ പറ്റില്ലല്ലോ, ഫ്യൂച്ചർ ഇനി അതായിരിക്കും. എനിക്കിപ്പം ഞാൻ മടുത്തു. ലൈക്ക് യൂട്യൂബും റീൽസിലും എല്ലാം ഇതുണ്ടല്ലോ AI ജനറേറ്റ്. അതുകൊണ്ട് അത് എളുപ്പം ഞാൻ കാണത്തു പോലും ഇല്ല. സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസസ് കൂടി. കാരണം ബേസിക്കലി നമുക്ക് ആ ഒരു റിയലിസ്റ്റിക് വാല്യൂ അതങ്ങ് എനിക്ക് ആ ക്രിയേറ്റിവിറ്റി സെൻസ് എനിക്ക് ലൈക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ശരിയാണ്. ഇപ്പം കുറെ പോഡ്കാസ്റ്റ് ഉണ്ട് യൂട്യൂബില്. അത് AI ജനറേറ്റഡ് പോഡ്കാസ്റ്റ്.
ഫോർ എക്സാമ്പിൾ ഒരു പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന പോഡ്കാസ്റ്റ്, നമുക്കത് കേൾക്കുമ്പോഴേ അറിയാം ലൈക്ക് ഇത് AI ജനറേറ്റഡ് ആണ്. അപ്പൊ ആ ഒറിജിനാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ തോന്നുന്നത് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ അതൊരു എന്താ പറയുക, ഒരു ഡൗൺ ദ ലൈൻ മേ ബി അത് ഇമ്പ്രൂവ് ആവും, നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ വരും. ഇറ്റ് ക്യാൻ ഇംപ്രൂവ്. പക്ഷെ ഞാൻ പറഞ്ഞത് വെച്ചാൽ അപ്പം ആൾക്കാർക്ക് ആ ഒരു റിയൽ സാധനം ആഗ്രഹം കൂടും. വേറെ വെച്ച് നമ്മൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന സാധനം വിൽ ബി മോർ വാല്യുബിൾ, വിൽ ബി ലൈക്ക് മേ ബി എ പ്രീമിയം. ലൈക്ക് അന്നത്തെ ചിലപ്പം ബില്യനേഴ്സ് ഒക്കെ അതിനായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, റിയൽ ലൈഫ് മ്യൂസിക് പ്ലേ ചെയ്യുക. എൻ്റെ ഒരു കൊലീഗ് ഇത് ചെയ്യുന്നുണ്ട്, ഈ ഓഡിയോ പോഡ്കാസ്റ്റ് ബട്ട് ഫുള്ളി AI ജനറേറ്റഡ്. ഓ ഓക്കെ. എന്നിട്ട് എങ്ങനെ പോകുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരിയായിരിക്കും, നല്ലതായിരിക്കും. ലൈക്ക് അത് എനിക്ക് ഐഡിയലി ലൈക്ക് സോഷ്യൽ മീഡിയ പോകുന്നത് നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ് അല്ലെങ്കിൽ നമ്മുടെ ടൈം ചുമ്മാ കളയാൻ. അപ്പോൾ ചുമ്മാ കളയുന്ന എന്തിനാ, ലൈക്ക് കുറേ ആൾക്കാരുടെ ക്രിയേറ്റീവ് വീഡിയോസ് കാണും, അങ്ങനത്തെ കുറച്ച് കണ്ടന്റ്. അതും കൂടെ ഇനി AI ജനറേറ്റ് ആക്കി കഴിഞ്ഞാൽ ലൈക്ക് ഐ വുഡ് ബി ഡെസ്പറേറ്റ് ടു സീ സംതിങ് വിച്ച് ഇസ് റിയൽ. അതായിരിക്കും ആദ്യം നോട്ടീസ് ചെയ്ത് മറ്റേ മീഡിയത്തില്ല ചില ആർട്ടിക്കിൾസ് കംപ്ലീറ്റ്ലി AI ജനറേറ്റഡ്. വായിക്കുമ്പോഴേ അറിയാം, വായിക്കുമ്പോൾ ആ നമുക്കറിയാം ലൈക്ക് ഫീൽ ഇല്ല, ലൈക്ക് യു നീഡ് ടു മേക്ക് സം മിസ്റ്റേക്സ്. ആ മിസ്റ്റേക്സ് ഉണ്ടാകുന്നതാണ് ആ കണ്ടന്റിന്റെ ഒരു ഐ ഫീൽ ലൈക്ക് ദാറ്റ്. അപ്പം അതുകൊണ്ട് ഞാൻ സോറോയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടായി. ലൈക്ക് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും, ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ലൈക്ക് ഇൻസ്റ്റഗ്രാം ഇപ്പോഴും ഒരു ആ ഫോട്ടോസ് വീഡിയോസ് ആ ഒരു പെർസ്പെക്റ്റീവ് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. വേറെ കുറേ ഇപ്പോൾ അവർ ചെയ്തിട്ടില്ല, ഇനി അറിയത്തില്ല ചെയ്യുമെന്ന്. ബട്ട് അതുകൊണ്ട് ഫോക്കസ് മാറിയിട്ടില്ല. ഇപ്പോഴും ആൾക്കാർ വേറെ പ്ലാറ്റ്ഫോംസിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടില്ല കംപ്ലീറ്റ്ലി സോഷ്യൽ, ലൈക്ക് ഇത്രയും നാളായിട്ട് പോലും. പക്ഷെ ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലോട്ട് വരാൻ അധികം ടൈം എടുത്തില്ല. ലൈക്ക് നമുക്ക് ഇൻ്റർനെറ്റ് സ്പീഡായപ്പോൾ എല്ലാവരും പിന്നെ ഇൻസ്റ്റാഗ്രാമിലോട്ട് മാറി. ഐ തിങ്ക് ഇൻ സോഷ്യൽ മീഡിയ പെർസ്പെക്റ്റീവിൽ സ്നാപ്ചാറ്റേ ഉള്ളൂ ഇപ്പോഴും ഇന്നും അന്നും അതേ ലൈനിൽ പോയിക്കൊണ്ടിരിക്കും. അല്ല ഇംപ്രൂവിൻ്റെ അല്ലടാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലൈക്ക് ബേസിക്കലി അവർ ഒരു ബാക്കിംഗ് ഒന്നും ഇല്ലാതെ ലൈക്ക് ആസ് എ ലൈക്ക് ഇപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ ഇപ്പോഴും പോകുന്നുണ്ട്. ഫുൾ കോപ്പി ചെയ്യുക എന്ന് വെച്ചാൽ കുറേ ഫീച്ചർ എല്ലാം മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഐഡിയ വൈസ് അവരുടെ എവിടെ നിന്നാണ് കാണുന്നത്. അത് ഞാൻ കണ്ടായിരുന്നു. ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പ് റിലീസ് ചെയ്തായിരുന്നു, അത് മറ്റേ അറ്റായ് ആണോ? അത് സോഹോടെ ആറായിട്ടായി. അതൊരു തമിഴ് വേർഡാണെന്ന് തോന്നുന്നു, എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയത്തില്ല. സോഹോ ഈ മറ്റേ നീ അത് കണ്ടില്ല? ഓ അതെന്ത് വൈറലായിരുന്നു. മറ്റേ എന്തോ പ്രൈവസി കൺസേൺസ് ഓഫ് വാട്സാപ്പ് കാരണം. സോ ഹി പോസ്റ്റഡ് എ ബിഗ് പോസ്റ്റ് ദാറ്റ് നമ്മൾ എന്തിനാ ഇങ്ങനെ ഇത് ചെയ്യുന്ന സോഹോയ്ക്ക് അതിൻ്റെതായിട്ടുള്ള മെസ്സേജിങ്. ഇത് നേരത്തെ അവരുണ്ടാക്കി വെച്ച സാധനമാണ്. പക്ഷെ വെൻ ഐ തിങ്ക് ദ ഫൗണ്ടർ പോസ്റ്റഡ് എ ബിഗ് മെസ്സേജ് ഓർ എ ട്വീറ്റ് ആണോ എന്തോ ട്വീറ്റ് ചെയ്തു അതിനെക്കുറിച്ച്. ലൈക്ക് ഇങ്ങനെ നമുക്ക് എന്തോത്തിൻ്റെ നമുക്ക് ബാക്കിയുള്ളവരുടെ ആപ്പ് യൂസ് ചെയ്യാം, നമുക്ക് ഇത് യൂസ് ചെയ്യാം, നിങ്ങൾ കയറി യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ലൈക്ക് 3000 സൈനപ്സ് ഉള്ള സാധനം 350,000 സൈനപ്സ് ആയി പെർ ഡേ. എല്ലാവരും കയറി യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ട ഇഷ്യൂ എന്ന് വെച്ചാൽ അത് ഹോൾ ടൈപ്പ് പോയി, സ്കെയിൽ ചെയ്യാൻ പറ്റിയില്ല. ലൈക്ക് അവരുടെ ബാക്കപ്പ് വന്നു തോന്നുന്നു. വാട്സാപ്പിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് ഇൻസ്റ്റാഗ്രാമിന്റെ ഓൾട്ടർനേറ്റീവ്. വാട്സാപ്പ് സോഷ്യൽ ആപ്പിന്റെ ഒരു അല്ലല്ല, വാട്സാപ്പ് എക്സാക്ട് വാട്സാപ്പ് ലൈക്ക് ക്ലോൺ പോലെ. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ ക്ലോൺ ഒക്കെ ഉണ്ടാക്കിയത് അല്ല, ഇനിയും പറയാൻ പറ്റത്തില്ല. മേക്ക് ഇൻ ഇന്ത്യ കോൺസെപ്റ്റ് വന്നോണ്ട് ഇനി മേ ബി ലൈക്ക് ക്ലോൺസ് ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ. എക്സലിന്റെ ഒരു ക്ലോൺ എടുത്ത് വെക്കാം. സോഹോയ്ക്കുണ്ട്. അത് ഈയിടയ്ക്ക് മറ്റേ ഏതോ ഒരു മിനിസ്റ്ററും പറഞ്ഞല്ലോ, ഐ എം ഗോയിങ് ടു യൂസ് സോഹോ. റെയിൽവേ മിനിസ്റ്റർ സം മിനിസ്റ്റർ ഏതോ ഒരു മിനിസ്റ്റർ കംപ്ലീറ്റ്ലി സോഹോയിലോട്ട് മാറുക. ലൈക്ക് ആ പോസ്റ്റ് ലിറ്ററലി ഭയങ്കര വൈറലായി. ലൈക്ക് ഭയങ്കരമായിട്ട് അതുകൊണ്ട് വീചാറ്റ് എന്ത് മറ്റേ ലൈൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി, ലൈൻ എന്ന് പറഞ്ഞ കമ്പനി, ദേ ഹാവ് ഓൾ ദ പേയ്മെന്റ്സ് എവറിത്തിങ്. ഈവൻ മറ്റേ ഗോജെക് അല്ല മറ്റേ ഇന്തോനേഷ്യ ആ ഏരിയയിൽ. പക്ഷെ എന്നാലും അവർ വേറൊരു കൺട്രി ഫോക്കസ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ മിഡിൽ ഈസ്റ്റ് എടുത്താലും ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് ഇപ്പം മറ്റേ തലാബാത്ത്, കരീം അങ്ങനത്തെ ഒക്കെ ആപ്സ് ഇസ് എൻ എക്സാക്ട് ക്ലോൺ ഓഫ് വാട്ട് ഇസ് വർക്കിംഗ് ഇൻ ദ US. അവരിവിടെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തു. മറ്റേ ഒൺലി പ്രോബ്ലം
വേറെ സാധനം ഞാൻ വായിച്ചതെന്ന് വെച്ചാൽ സോഹോന്റെ ഡേറ്റ AWSലും GCPയിലും ഒന്നും അല്ലെന്ന്. അവരുടെ സ്വന്തം ഡേറ്റാ സെന്റർ സ്വന്തം ഇതിലാണ് ഇൻഫ്രയിലാണ് അവർ റൺ ചെയ്യുന്നത്. ലൈക്ക് വിച്ച് വാസ് ഗുഡ്. നല്ലതായിരുന്നു. കമ്പനി അതുകൊണ്ട് അവര് പ്രോഫിറ്റബിൾ, ലൈക്ക് ഹ്യൂജ് പ്രോഫിറ്റ് മാർജിൻ ഉള്ളത്. ആൻഡ് ഇറ്റ്സ് എ പ്രൈവറ്റ് കമ്പനി, സോ ആക്കത്തില്ല, അവരാകുന്നില്ല. ബിക്കോസ് ഓൾമോസ്റ്റ് റവന്യൂ കാരണം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ഷെയർ ഹോൾഡേഴ്സിനെ നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായി മാറും. പിന്നെ അവർക്കപ്പം ഇന്നോവേഷൻ്റെ സ്കോപ്പ് ഭയങ്കര കുറവായിരിക്കും. ഫ്രീഡം അത്രയും കാണത്തില്ല. ബിക്കോസ് ദേ വിൽ ഹാവ് ടു തിങ്ക് അബൌട്ട് റേസിങ് ദ വാല്യൂ ഓഫ് ദ ഷെയർ. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇത് ചെയ്യും. സോഹോ യൂണിവേഴ്സിറ്റി ഉണ്ട് അവരുടെ എംപ്ലോയീസിനും ചിൽഡ്രന് പഠിക്കാൻ വേണ്ടി. അവര് ഇപ്പൊ സോഹോയുടെ ക്യാമ്പസസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇന്റീരിയറിലോട്ടാണ്, സിറ്റീസിലല്ല, തെങ്കാശി അങ്ങനെയൊക്കെ. അപ്പൊ ഫിസിക്കൽ കൊട്ടാരക്കരയിലുണ്ട്. അവരങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ടയർ 3 ടയർ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് അവര്. അപ്പം അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് അവരുടെ പിള്ളേരെ അവിടെ പഠിപ്പിക്കുന്നത് എൻജിനീയറിങ്, ലൈക്ക് നോട്ട് എക്സാക്ട്ലി എൻജിനീയറിങ്, സോഹോയുടെ ആപ്ലിക്കേഷൻസ്, CS അവർ യൂസ് ചെയ്യുന്ന ടെക് സ്റ്റാക്ക് അതൊക്കെയാണ് കൂടുതലും എൻകറേജ് ചെയ്യുന്നത്. സോ ദാറ്റ് ആഫ്റ്റർ സ്റ്റഡിങ് ദേ ക്യാൻ ഡയറക്ട്ലി ജോയിൻ ദിസ് കമ്പനി. അങ്ങനെയാണ് അവരുടെ ഒരു സൈക്കിൾ. സോ പുറത്ത് പറയുന്നത് ഹെൽപ്പ് ചെയ്യാനാണ്. പക്ഷെ ലൈക്ക് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഇപ്പോൾ ഈ എക്സാക്ട്ലി ഗൂഗിൾ പോലെ ആകാനാണ് സോഹോ അന്നും ഇന്നും ട്രൈ ചെയ്യുന്നത്. ലൈക്ക് അതാണ് അവരുടെ എയിം. അത് ഇഷ്ടപ്പെട്ടു. ബട്ട് പല രീതിയിൽ അവരുടെ പ്രോഡക്ട്സ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ആസ് എൻ ലൈക്ക് എനിക്ക് കൂടുതലും ബഗ് അല്ല, എനിക്ക് ഫംഗ്ഷൻ സോഹോ CRM യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പല ബിസിനസ് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവരത് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഓൺ ദ കോസ്റ്റ്. സോഹോ മെയിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പ്രൊഡക്റ്റ് സോഹോ മെയില. ഫ്രീ ആണ് സാധനം. 5 മെയിൽ എങ്ങാണ്ട് നമുക്ക് ഫ്രീ, 5 users ഇറ്റ്സ് ഫ്രീ. ബട്ട് അതർവൈസ് ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ്സ് ലൈക്ക് യൂസ്ഫുൾ. ബട്ട് ഇന്ത്യൻ പ്രോഡക്റ്റ് ആയതുകൊണ്ട് പക്ഷേ എനിക്ക് ഇറ്റ്സ് പ്രൗഡ് വർക്കിംഗ് എക്സ്പീരിയൻസ് പോയിന്റ്. ദ ക്വാളിറ്റി വൈസ് ഐ ഫീൽ ലൈക്ക് ഇറ്റ് സ്റ്റിൽ നീഡ്സ് ടു ഇംപ്രൂവ്. ബട്ട് അത് പക്ഷേ അത് ഭയങ്കര ഒരു ഹൈപ്ഡ് ന്യൂസ് ആയിരുന്നു. മറ്റേ വാട്സാപ്പ്. നീ അപ്പൊ ട്വിറ്റർ ഫോളോ ചെയ്യുന്നില്ല? ഞാൻ ട്വിറ്ററിൽ അങ്ങനെ ആക്റ്റീവ് അല്ല ഇപ്പോൾ. ഓക്കെ. ലൈക്ക് ലിങ്ക്ഡിനിലും എവിടെ തുറന്നാലും ഇത് മാത്രമേ ഉള്ളായിരുന്നു. എല്ലാവരും എല്ലാ ഗവൺമെന്റ് ഒഫീഷ്യൽസ് മൊത്തം ഇതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്തായിരുന്നു. മറ്റേ നീ ഇത് കണ്ടായിരുന്നു? ഓപ്പൺ എഐയുടെ പ്രീവിയസ് CTO ex-CTO മിറായി, പുള്ളിക്കാരത്തിയുടെ ഒരു കമ്പനി ഉണ്ടല്ലോ തിങ്കിങ് മെഷീൻസ് എന്ന് പറഞ്ഞു. അതിനകത്ത് പുള്ളിക്കാരത്തിയുടെ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് റിലീസ് ചെയ്തു, ടിങ്കർ. കണ്ടില്ല? സോ വാട്ട് ഇറ്റ് ഡസ് ഇസ് ബേസിക്കലി പുള്ളിക്കാരത്തിയുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഇതാ. LLMs ഉണ്ട് ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒത്തിരി ഓപ്പൺ സോഴ്സ് LLMs ഉണ്ട്. ദ പ്രോബ്ലം ഇസ് LLMs are trained on a general set of data. അപ്പം നിനക്കിപ്പം നീ ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിനെ ടാക്കിൾ ചെയ്യുവാണെങ്കിൽ അത് അത്ര എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, സോ നൗ യു നീഡ് ടു ഫൈൻ ട്യൂൺ. നൗ ദ പ്രോബ്ലം ഇസ് എല്ലാവർക്കും ഫൈൻ ട്യൂൺ ചെയ്യാൻ അത്ര എഫിഷ്യൻ്റ്ലി നമുക്ക് അറിയത്തില്ല. അതിന് കുറച്ച് പാരാമീറ്റേഴ്സും കുറച്ച് ലേണിങ്സും ഉണ്ട്. അപ്പോൾ വാട്ട് ഷീ ഡിഡ് ഇസ് ലൈക്ക് ഷീ ഡെവലപ്പ് ദിസ് API കൈൻഡ് ഓഫ് തിങ് വെർ വിച്ച് യു ജസ്റ്റ് നീഡ് ടു ടെൽ വാട്ട് ഇസ് ദ കൈൻഡ് ഓഫ് ഡേറ്റ ദാറ്റ് യു നീഡ് ടു ഫൈൻ ട്യൂൺ ഇറ്റ്. ഈ APIയിലോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ behind the scenes. Yes, behind the scenes മൊത്തം ചെയ്യും. reinforcement learning as a service അങ്ങനെയാണോ? Maybe, I don't know, like അതാന്ന് തോന്നുന്നു. പക്ഷേ ലൈക്ക് ഓവറോൾ ഇതാണ് പുള്ളിക്കാരത്തിയുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ഔട്ട് ദെയർ ഫോർ ബീറ്റ. ഫ്രീ ആണ് ഇപ്പം, പക്ഷെ പ്രോബബ്ലി ബേസ്ഡ് ഓൺ സർട്ടൻ തിങ്സ് ലൈക്ക് ചാർജസ് ഇൻക്രീസ് ആവും. ലൈക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ലൈക്ക് ബേസിക്കലി കുറെ എക്സൈറ്റിംഗ് സാധനങ്ങൾ, കുറെ അക്വിസിഷൻസ് നടക്കുന്നുണ്ട്. കുറെ ഓപ്പൺ ആണെങ്കിൽ ചറപറ അക്വിസിഷൻ. മറ്റെന്ത് സ്റ്റാറ്റ്സിഗോ അങ്ങനെ ഒരു കമ്പനീനെ അക്വയർ ചെയ്തു. വിജയ്, ഇറ്റ്സ് എൻ ഇന്ത്യൻ കമ്പനി. അവര് ഈ പ്രൊഡക്റ്റ് അനാലിസിസ് ഇല്ലേ, പ്രൊഡക്റ്റ് മെട്രിക്സ്, ഇൻവെസ്റ്റ് ചെയ്ത. അതൊരു വലിയ ന്യൂസ്. 300 അതൊരു പക്ഷെ ഒരു മണി
ഒരു മെസ്സേജ് ഉണ്ടായി, ഞാനിപ്പോൾ ഓർക്കുന്നില്ല ആക്ച്വലി. ലൈക്ക് 300 million ഇങ്ങോട്ട് ഇട്ടു, അത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആ മണി യൂസ് ചെയ്തിട്ട് അവരുടെ ഡേറ്റാബേസിൻ്റെ സർവീസസ് മേടിച്ചു, എന്നിട്ട് ലിറ്ററലി ഈവൻ റിച്ച് ആയി. ലൈക്ക് പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ രണ്ടുപേരും ആക്ച്വൽ മണി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത ഇറ്റ്സ് പീപ്പിൾസ് മണി. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ലൈക്ക് അതുണ്ടായിരുന്നു. ലൈക്ക് ബട്ട് ഈ ഓപ്പൺ എ ഇസ് ലൈക്ക് ഇൻ അക്വിസിഷൻ സ്പ്രീ മോസ്റ്റ് ഓഫ് ദ തിങ്സ്. ലൈക്ക് ഗൂഗിൾ അതിൽ ചെയ്തോണ്ടില്ലേ, പ്രോഡക്റ്റ് അക്വയർ ആയിട്ട് അവരുടെ ബ്രാൻഡിങ് മേ ബി അതായിരിക്കും. ലൈക്ക് ഗൂഗിളിൻ്റെ ചിലപ്പോൾ സെയിം പാത്തിലായിരിക്കും പോകുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ആർ ഇന്ത്യൻ. ലൈക്ക് ദാറ്റ്സ് എ ഗുഡ് തിങ്. ബട്ട് ഐ എം ലൈക്ക് തിങ്കിങ് ലൈക്ക് വാട്ട് ഈസ് ദ അജണ്ട ബിഹൈൻഡ് ഇറ്റ്. ROI ഇപ്പം വണ്ടിക്ക് വരുമ്പോഴും ഞാൻ വായിച്ചായിരുന്നു ഒരു മറ്റേ എന്തോ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ROI സം ഫൈനാൻഷ്യൽ ആപ്പ്. അതും ഒരു ഇന്ത്യനാണ്, സുജിത് സംതിങ്, മലയാളിയാണെന്ന് തോന്നുന്നു. അപ്പം ദാറ്റ് ഈസ് ഓൾസോ അപ്പം ഈ ഒരു ടൈം പീരീഡ് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ലൈക്ക് മോർ ഓഫ് അക്വിസിഷൻസ് ആൻഡ് മോർ ഓഫ് തിങ്സ്. പ്രൈം ടൈമിന്റെ ലൈവ് സ്ട്രീം കണ്ടോ? പ്രൈമജൻ അത് ഞാൻ പോലും കണ്ടു. ഇറ്റ് വാസ് റിയലി ഗുഡ്. എനിക്ക് ആക്ച്വലി ഒന്ന് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ കമന്റ് ക്ലിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പം ട്രൈ ചെയ്യുന്നതായിരിക്കും. സ്പോൺസറിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ലൈക്ക് ബട്ട് ഇറ്റ് വാസ് റിയലി ഗുഡ്. നല്ല സാധനമായിരുന്നു. ഐ തിങ്ക് കർസറോ സ്പോൺസർ ചെയ്ത. അപ്പം നോക്കാം. യെസ്. അപ്പം യെസ്, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ലൈക്ക് നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻസിൽ കൂടെ പറയുന്നതാണ്. ലൈക്ക് ഇഫ് യു ഹാവ് എനി അതർ ടോപ്പിക്സ് ദാറ്റ് യു നീഡ് ടു വാച്ച് ഔട്ട്, അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ടൈം until we see, bye bye. Take care.